എന്താ ഇന്ദ്രേട്ടൻ ആലോചിക്കുന്നത്? മോഹിച്ച പെണ്ണ് മാർത്ത് ചാഞ്ഞപ്പോ എനിക്കും തുടങ്ങി പരിഭ്രമം. ഇന്ദ്രേട്ടനും പരിഭ്രമോ? അത് കൊള്ളാലോ. നാട് വിറപ്പിച്ച് നടക്കുന്ന ഒറ്റയാന് 4 ചുവരുകൾക്കുള്ളില് ചുമ്മാ പരിഭ്രമോ? എന്റെ ഉള്ളിലുള്ള ധൈര്യം മുഴുവൻ ഞാൻ നിനക്ക് തന്നില്ലേ, പിന്നെന്ത് ചെയ്യും? സത്യം പറ, ഇപ്പൊ എന്താ മനസ്സില്? അത് പിന്നെ ഞാൻ ആദ്യമായിട്ടാണല്ലോ. ഞാൻ പിന്നെന്താ പലവട്ടമായോ? അതല്ല, ആളുകളെ പേടിപ്പിച്ച് ഗുണ്ടായിസം കാണിക്കുന്ന പോലെ അല്ലല്ലോ ഇത്. നിന്നെ കരയിക്കില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, വേദനിപ്പിക്കില്ലെന്ന് ഞാനെങ്ങനെ ഉറപ്പ് പറയും? പറയണ്ട, ഈ തെമ്മാടി ഒരു പാവാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് പേടിയില്ല, പരിഭ്രമവും ഇല്ല, വെപ്രാളവും ഇല്ല. പറഞ്ഞിട്ടില്ലേ ഇന്ദ്രേട്ടൻ എന്റെ സ്വന്തം ആവുമ്പോ എനിക്ക് കടലാവണമെന്ന്. ആഴക്കടൽ, മോഹക്കടൽ, മോഹിപ്പിക്കുന്ന കടൽ. എന്റെ കരവലയം നിനക്ക് കരുത്താവും, കാവലാവും സീതേ. എന്റെ ഹൃദയം പൂജിക്കും ഇന്ദ്രേട്ടനെ, എന്റെ ശരീരം ആഗ്രഹിക്കും ഇന്ദ്രേട്ടനെ. വിളക്കാവട്ടെ ഇന്ദ്രേട്ട ഞാൻ, ഇന്ദ്രേട്ടന്റെ ജീവിതത്തിലെ ഒരിക്കലും അണയാത്ത കെടാവിളക്ക്. ഈ നിമിഷങ്ങളില ഞാൻ പുണ്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു വിളക്കല്ല, നിറഞ്ഞു കത്തുന്ന 1000 തിരിയാണ് നീ. ഞാനതിന് താങ്ങാവുന്ന വെറുമൊരു മൺചിരാത്. ഇന്ദ്രേട്ട, ഞാൻ എന്തു വേണം? കാര്യത്തിൽ മന്ത്രിയാവണോ? കർമ്മത്തിൽ ദാസിയാവാം. രൂപത്തിൽ ലക്ഷ്മിയാവണ്ട, അതാണല്ലോ. പിന്നെ ശയനത്തില് ഒന്ന് പോകുന്നേട്ടാ.